അഞ്ജലി മേനോൻ എഴുതിയ തിരക്കഥയിൽ ഒന്നുമില്ലെന്ന് കണ്ടതിനാലാണ് സിനിമ ഉപേക്ഷിക്കുന്നതെന്ന് പ്രതാപ് പോത്തൻ പറഞ്ഞു. അഞ്ജലി മേനോന്റെ തിരക്കഥയിൽ ദുൽഖർ സൽമാനെ നായകനാക്കി പ്രതാപ് പോത്തൻ സംവിധാനം ചെയ്യായിരുന്ന ലവ് ഇൻ അഞ്ജംകോ ഉപേക്ഷിച്ചതായി പ്രതാപ് പോത്തൻ. അഞ്ജലി മേനോൻ എഴുതി അയച്ച തിരക്കഥയിൽ ഒന്നുമില്ലെന്ന് കണ്ടതിനാലാണ് സിനിമ ഉപേക്ഷിക്കുന്നതെന്ന് പ്രതാപ് പോത്തൻ പറഞ്ഞു. എനിക്ക് ഇപ്പോൾ 65 വയസ്സായി. മോശം തിരക്കഥയിൽ സിനിമ ചെയ്ത് നാണക്കേടുണ്ടാക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആവശ്യത്തിന് സിനിമ ചെയ്തിട്ടുള്ള ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നേടിയിട്ടുള്ള ഫിലിം മേക്കറാണ്. അഞ്ജലി മേനോന്റെ സ്ക്രിപ്റ്റിനായി കാത്തിരുന്ന് എനിക്ക് നഷ്ടപ്പെട്ടത് 1 വർഷമാണ്, പ്രതാപ് പോത്തൻ പറഞ്ഞു. സിനിമയുടെ ക്ലൈമാക്സിൽ നാച്ചുറൽ കലാമിറ്റികൾ ഒന്നും പാടില്ലെന്ന് ഞാൻ അഞ്ജലിയോട് നിർദ്ദേശിച്ചിരുന്നു. എന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ഒരാൾക്കൊപ്പം ഞാൻ എന്തിനു സിനിമ ചെയ്യണം? അതുകൊണ്ടാണ് പ്രൊജക്ട് ഉപേക്ഷിക്കാമെന്ന് നിശ്ചയിച്ചത്, പ്രതാപ് പോത്തൻ വെളിപ്പെടുത്തി. എനിക്ക് വേണ്ടിയിരുന്നത് ഡെപ്തുള്ള ഒരു ലവ് സ്റ്റോറിയായിരുന്നു. അവർ എഴുതിയ തിരക്കഥയിൽ അതുണ്ടായിരുന്നില്ല. ഇനി ഉടനെ മലയാളത്തിൽ സിനിമ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. തമിഴിൽ ഒരു സിനിമയെക്കുറിച്ചുള്ള ആലോചനയിലാണ് ഞാനിപ്പോൾ, പ്രതാപ് പോത്തൻ കൂട്ടിച്ചേർത്തു. ഛായാഗ്രാഹകൻ രാജീവ് മേനോനെയും പ്രതാപ് പോത്തൻ വിമർശിച്ചു. ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നേടിയിട്ടുള്ള ശിവാജി ഗണേശനെ വെച്ച് പോലും സിനിമ എടുത്തിട്ടുള്ള തനിക്ക് സിനിമ ചെയ്യാൻ അറിയാമെന്ന് ബോധിപ്പിക്കുന്നതിനായി ഷോർട്ട് ഫിലിം ചെയ്ത് കാണിക്കണമെന്ന് രാജീവ് ആവശ്യപ്പെട്ടതായി പ്രതാപ് പോത്തൻ ആരോപിച്ചു. പ്രതാപ് പോത്തൻ സിനിമ പ്രഖ്യാപിച്ചത് മുതൽ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും വിവാദങ്ങളും പൊങ്ങി വന്നിരുന്നു. ദുൽഖറിനെ ചിത്രത്തിലേക്ക് കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ജയറാമിന്റെ മകൻ കാളിദാസിനോട് പ്രതാപ് പോത്തൻ സംസാരിച്ചിരുന്നു. എന്നാൽ പ്രായമായ സംവിധായകർക്കൊപ്പം സിനിമ ചെയ്യാൻ തനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് കാളിദാസ് പിന്മാറിയതായി പ്രതാപ് പോത്തൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചിരുന്നു. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.